ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഞാൻ കുറച്ച് ചോറ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചോറ് എന്ത് ചെയ്യുന്നതിന് ആലോചിച്ചിരിക്കുമ്പോൾ ഒരു വടയുടെ റെസിപ്പി അങ്ങ് മനസ്സിൽ വന്നു. അപ്പോൾ കുറച്ച് റവയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്, എന്നാൽ അകത്തുനിന്ന് സോഫ്റ്റാണ്. ഞാൻ ഈ വട ഉണ്ടാക്കിയത് ഇതിനകത്താണെങ്കിൽ അധികം എണ്ണയൊന്നും യൂസ് ആയിട്ടില്ല. അതായത് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. നമ്മൾ സാധാരണ വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം എണ്ണ അതിൻ്റെ അകത്തേക്ക് ഇതായി പോകും. ഇത് പക്ഷേ അങ്ങനെ എണ്ണയൊന്നും പോവില്ല. ഞാൻ ലാസ്റ്റ് വട ചുട്ടു കഴിഞ്ഞിട്ട് എത്ര എണ്ണ ബാക്കിയുണ്ടെന്ന് നിങ്ങൾ കണ്ടു നോക്കും. അത്ര ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഇങ്ങനെ ചോറുകൊണ്ട് ഉണ്ടാക്കിയാണെന്ന് നമുക്ക് തോന്നില്ല കേട്ടോ, ടേസ്റ്റ് ഉള്ളതാണ്. എന്തായാലും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കിന്ന് ലെഫ്റ്റ് ഓവർ റൈസ് കൊണ്ടൊരു വട ഉണ്ടാക്കിയാലോ? ഞാനിവിടെ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. കുറച്ച് ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കതുകൊണ്ടൊരു സ്നാക്സ് ആക്കാം. 2 കപ്പ് ചോറ്, 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, സവാള, കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, ഒരു 1/4 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയൊക്കെ ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് കുറച്ച് തൈരാണ്, ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പാണ്, കുറച്ച് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനൊരു വലിയ മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തേക്കണ റവ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതായത് റവ ഒന്ന് നനഞ്ഞ് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് നേരമൊന്നും വെക്കണ്ട, ഇതിങ്ങനെ ഒന്ന് സെറ്റാവാനായിട്ട്. അത് നനയാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് വെള്ളം ആവരുത്. എന്നിട്ട് നമ്മുടെ ചോറ് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് വരാം. ചോറെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം. ഏത് ചോറ് വേണമെങ്കിലും ആവട്ടോ, നിങ്ങൾ വീട്ടിൽ സാധാരണ ഏത് അരിയാണോ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്നത് ആ ചോറ് ബാക്കി വരുമ്പോൾ അത് ചെയ്യണ പരിപാടിയാണ് ഞാൻ പറയണേ. ഇത് അരയ്ക്കാനായിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് വേണം അരയ്ക്കാൻ. ഒരുപാട് വെള്ളം ചേർക്കണ്ട, ഇത്തിരി തിക്കായിരിക്കണം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളൂ. നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അരയ്ക്കുക. നമ്മുടെ അരി അരച്ചിട്ട് വന്നിട്ടുണ്ട്, ഇത് കണ്ടോ. ഇതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം അരയ്ക്കാൻ. ദോശമാവ് പോലെ ഒന്നും ആക്കിയെടുക്കരുത്, അതാ പറയുന്നതിൻ്റെ ഉദ്ദേശം. നമുക്ക് ഇതും കൂടെ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ ചേർത്ത് ഇളക്കി കൊടുത്താൽ എല്ലായിടത്തും കൃത്യമായിട്ട് ശരിയായിട്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം കൺസിസ്റ്റൻസി ശരിയാവില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ചിലപ്പോൾ അവിടെ ഇവിടെ മിക്സ് ആവാതെ കിടക്കും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ളതെല്ലാം കൂടെ ഇതിലേക്ക് ചേർക്കുക. സവാള, മല്ലിയില, ഇഞ്ചി, പച്ചമുളക്. ഒരുപാട് ടൈറ്റും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഇനി നിങ്ങൾക്ക് എങ്ങാനും ഇത്തിരി വെള്ളം കൂടി പോയെങ്കിൽ ഒരല്പം അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. കയ്യിലൊക്കെ നല്ലപോലെ ഒട്ടുമൊക്കെ ചെയ്യുന്നുണ്ടാവും, അതൊന്നും വിഷയമല്ല. ടിഷ്യൂ ഒക്കെ തരാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വേണം തൈര് ചേർക്കാൻ. നിങ്ങൾ പുളിപ്പ് എത്ര വേണം നോക്കിയിട്ട് വേണം തൈര് ചേർക്കാൻ. ഞാനിതിൽ നിന്ന് കുറച്ച് തൈര് ചേർക്കുന്നുള്ളൂ, കാരണം എനിക്ക് ഒരുപാട് പുളിപ്പ് ഇവിടെ വേണ്ട. ഞാൻ ജസ്റ്റ് 1/4 കപ്പ് ഒരു അളവ് പറഞ്ഞേ ഉള്ളൂ. ഞാൻ 1 ടേബിൾ സ്പൂൺ മറ്റേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര പുളിപ്പ് വേണോ അതനുസരിച്ച് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ചെറിയൊരു പുളിപ്പില്ലെങ്കിൽ സ്വാദം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനൊന്നും അളവ് ഞാൻ പറയുന്നില്ല. പുളിപ്പ് പോരെന്ന് തോന്നിയപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കേർഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക്
നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം. പിന്നെ എങ്ങാനും കുറച്ച് ലൂസായി പോയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ റവയോ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണെന്ന് അറിയണമെങ്കിൽ നമ്മളത് കയ്യിലൊരല്പം വെള്ളം തൊട്ടിട്ടെടുത്താൽ ഒട്ടുമില്ല. ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു ഉരുളയാക്കിയ ശേഷം ഇങ്ങനെ ഒരു ഹോൾ ഇടുക. അപ്പം കറക്റ്റായിട്ട് ആ ഷേപ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. എനിക്കത് ഇടുമ്പോൾ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് ഡീപ്പ് ഫ്രൈയിങ്ങിന് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാൻ അല്ലെങ്കിൽ ചീനച്ചട്ടി എന്താ വെച്ചാൽ എടുത്ത് ചൂടാവാൻ വയ്ക്കുക. ഞാനിതാണ് ഇവിടെ യൂസ് ചെയ്യാറ്. അതിൽ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാവെടുത്ത് കയ്യിൽ ഇതുപോലെ ഇങ്ങനെ ഉരുളയാക്കിയിട്ട് അതിൻ്റെ നടുവിലേക്കൊന്ന് കുഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് എണ്ണയിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അത് ഒരുവിധം ഒന്നും മൊരിഞ്ഞ് വരാതെ നിങ്ങളത് ഇളക്കി വിടരുത്. ചോറ് കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ആയിക്കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ രണ്ട് വശം ഇളക്കി മാറ്റി നന്നായിട്ട് ക്രിസ്പാക്കി വറുത്തെടുക്കണം. നല്ലപോലെ മൊരിയണ വരെ ഇതുപോലെ വറുത്തെടുക്കണം. നമ്മുടെ വട കണ്ടോ തയ്യാറായി. ഇതുപോലെ എല്ലാ വടയും വറുത്തെടുക്കുക. കയ്യിലൊരല്പം വെള്ളം തൊട്ടിട്ട് മാവ് എടുക്കുകയാണെങ്കിൽ മാവ് എവിടെ ഒട്ടാതെ കിട്ടും. ഇഷ്ടമുള്ള സൈസിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് നടുവിലൊന്ന് കുഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക. അറ്റേട്ടൻ എത്ര നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് ഇടാം. ഞാൻ ആദ്യമായിട്ട് കാണിക്കുമ്പോൾ ഒരെണ്ണം ഇട്ടുള്ളൂ എന്ന് മാത്രം. നല്ലപോലെ മൊരിച്ചെടുക്കണം രണ്ട് വശവും. ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല, കുറച്ച് നേരം കൂടെ കിടക്കണം. പക്ഷേ ഇതിൻ്റെ അകത്ത് അധികം എണ്ണ യൂസ് ആവില്ല, ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് റവ ചേർത്തത് നല്ലപോലെ ക്രിസ്പായി കിട്ടുകയും ചെയ്യും. ടേസ്റ്റി, സോഫ്റ്റ് ആൻഡ് ക്രിസ്പ്. അകത്തുനിന്ന് കുറച്ച് സോഫ്റ്റും ആയിരിക്കും, പുറമേ നല്ല ക്രിസ്പുമായിട്ടുള്ള നല്ലൊരു വട നമുക്ക് ചൂടാൻ പറ്റും. നമുക്കിതിനി കോരിയെടുക്കാം. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ വടയാണ്. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. എൻ്റെ ലാസ്റ്റിലത്തെ വട കോരി കഴിഞ്ഞപ്പോഴും ആ ചീനച്ചട്ടിയിൽ ഇത്ര എണ്ണ ബാക്കിയുണ്ട്. ഞാനിവിടെ ഇത്രയും വട ചുട്ട് കഴിഞ്ഞു. എന്നിട്ടും ആ എണ്ണ അത്രയും തന്നെ ആദ്യം ഒഴിച്ചതിൽ നിന്ന് ബാക്കിയുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം അധികം എണ്ണ യൂസ് ആവാത്ത ഒരു പ്രിപ്പറേഷനാണ് എന്നാണ്. ഹെൽത്തി ആയിരിക്കും, നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കൂ.